കർഷകരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ സാധ്യതകളെ ഇല്ലെന്നാക്കുന്ന വിധത്തിലുള്ള നിയന്ത്രണങ്ങൾ വരുത്തി കൂടുതലിടങ്ങൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായി പ്രഖ്യാപിക്കുന്നത് ശരിയായ നടപടിയില്ലെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത മെത്രാൻമാർ ജോസ് പുളിക്കൽ. ഇൻഫാം വീർ കിസാൻ ഭൂമി പുത്ര അവാർഡ് വിതരണ ചടങ്ങ് കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് കർഷകരെ കുടിയിറക്കാനുള്ള ആസൂത്രിത നീക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻഫാം അംഗങ്ങളായവരും അംഗങ്ങളുടെ മാതാപിതാക്കളുമായ 80 വയസ്സിനുമേൽ പ്രായമായവരെയാണ് അവാർഡ് നൽകി ആദരിച്ചത്. പൊടിമറ്റത്ത് വെച്ച് ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലയുടെ നേതൃത്വത്തിൽ 188 കർഷകരെ പിതാക്കന്മാർ ആദരിച്ച് അവാർഡ് നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് ഇൻഫാം കട്ടപ്പന കാർഷിക താലൂക്കിന്റെ ആഭിമുഖ്യത്തിൽ വീർ കിസാൻ ഭൂമിപുത്ര അവാർഡും സ്നേഹോപഹാരവും നൽകി അംഗങ്ങളെ ആദരിച്ചത്. കിഴക്കേമാട്ടുകര ഗ്രാമസഭ CM മാത്യു ചെറ്റി. അടുത്തത് അന്നമ്മ മാന്തളത്തിൽ വർഗീസ് മഞ്ഞ അഗസ്ത്യൻ മാണി കളപ്പുരയിൽ. പലയിടങ്ങളിൽ നിന്നും സങ്കുചിത താൽപര്യങ്ങളോടെ കർഷകരെ അവഗണിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നാട് പുരോഗമിക്കണമെങ്കിൽ ശാസ്ത്രീയ കാർഷിക സമ്പ്രദായങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രോത്സാഹനമുണ്ടാകണമെന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാഞ്ഞിരപ്പള്ളി രൂപത മെത്രാൻമാർ ജോസ് പുളിക്കൽ പറഞ്ഞു. അങ്ങനെ ഇത്രയേറെ വൃക്ഷാവരണങ്ങൾ ഉണ്ടാവുകയും ഇത്രയേറെ പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ആഗോള താപനത്തിന് ഇടയാകുന്ന സാഹചര്യങ്ങളെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന കാർഷിക മേഖലയും കേരളത്തിന്റെ ആ ഒരു വൃക്ഷാവരണങ്ങളും എല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതെല്ലാം മറന്നുകൊണ്ട് ഇനിയും ആളുകളെ ഇവിടെ നിന്ന് പുറന്തള്ളുക, കുടിയിറക്കുക, ഇനിയും ഇവിടെ വനം വർദ്ധിപ്പിച്ചുകൊണ്ട് ജനവാസയോഗ്യമല്ലാതാക്കി തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പലരും പ്രത്യേക താല്പര്യങ്ങളോടുകൂടി പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കാലം കൂടിയാണിത്. ഒരുപാട് ജീവൻ അവിടെ പൊലിഞ്ഞു. ഒത്തിരിയേറെ മനുഷ്യരുടെ സ്ഥലങ്ങളും അവർക്കുണ്ടായിരുന്ന ജീവനോപാധികളും എല്ലാം നഷ്ടപ്പെട്ടു. അവരെ പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട ഈ സമയത്ത് മറ്റു സങ്കുചിത ലക്ഷ്യങ്ങളോടുകൂടി താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് തികച്ചും വേദനാജനകമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമ്മേളനത്തിൽ ഇൻഫാം കട്ടപ്പന താലൂക്ക് രക്ഷാധികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ അധ്യക്ഷനായിരുന്നു. കാർഷിക താലൂക്ക് ഡയറക്ടർ ഫാദർ വർഗീസ് കുളമ്പള്ളിയിൽ മുഖ്യപ്രഭാഷണം നടത്തി. കാർഷിക താലൂക്ക് പ്രസിഡന്റ് ബേബി പുത്തൻപറമ്പിൽ, സെക്രട്ടറി സാജൻ ജോസഫ് കല്ലിടുക്കനാനിയിൽ, ജില്ലാ നോമിനി ബാബു മാളിയക്കൽ, താലൂക്ക് പ്രതിനിധി ടോമി മൂഴിയാങ്കൽ, ട്രഷറർ ജോബിൻ കോലത്ത, ഡിബിൻ വാലുമേൽ, തോമസ് പുളിക്കൽ, സണ്ണി ആയിലുമാലിൽ, മാർട്ടിൻ വാലുമേൽ തുടങ്ങിയവർ സംസാരിച്ചു.